ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു പണി എടുക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ പിന്നെ കോവക്ക ഇന്നാൾ കൊത്തി കളഞ്ഞിട്ട് ആ തിരി വന്നിട്ടുണ്ട്. ഇതിന് പണിയെടുത്ത് കൊടുത്താലേ അല്ലേ ഇനി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിന് കൊള്ളി കുത്തി കൊടുത്തിട്ട് കുറച്ച് വളവും തോലും എല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്നാലല്ലേ ഉഷാറായിട്ട് നമുക്ക് കോവക്ക പറിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം കണ്ടല്ലോ, ഇതേപോലെ ഇത്രയും കൂടുതൽ വളർന്നു പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല, മഴയായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ ഇട്ട് കൊടുക്കുവാനും. പക്ഷെ അത് പറ്റിയില്ല. അതുകൊണ്ട് ഇന്നും മഴയുണ്ട്, എന്നാലും അതിലെടുക്ക് പറ്റുമോ നോക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം ഇവിടെ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ ഇങ്ങനെ ചുറ്റും പുല്ലെല്ലാം പറിച്ച് ഇങ്ങനെ നിരത്തണം. ഇതിൻ്റെ പുല്ലെല്ലാം പറിച്ച് പിന്നെ ഇതിൻ്റെ ഈ മണ്ട തുറന്നാൽ മാത്രമേ ഇതിന് വളവിടാൻ പറ്റൂ. എന്നിട്ട് ഇത് നിലത്തായതുകൊണ്ട് വേണ്ട, ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വലിച്ചു കൂട്ടിയ സോലാണിത്. എന്നാലും നമ്മൾ കുറച്ചും കൂടി ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഒരു കൊള്ളി കുത്തണം. കൊള്ളി കുത്തിയിട്ട് കയറ്റിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഞാനിപ്പോൾ കൊള്ളി കുത്തുന്ന കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇതേപോലെ എന്നാ വേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ കൊള്ളി കുത്താനാണ് പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ കൊള്ളി കുത്തി കൊടുത്താലേ കയറ്റി കൊടുത്താലേ ഇത് അങ്ങോളം എത്തൂലോ. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ. ഇതെല്ലാം അളിപ്പോയി. ഇതെല്ലാം ഇപ്പം കെട്ടി കൊടുക്കേണ്ടി വരും. എന്നാലും നമുക്ക് ആടെ വെച്ച് കെട്ടണം ഇത്, എന്നാലേ കുറച്ച് അങ്ങോട്ട് പോരൂ. അത് നമുക്ക് പിന്നെ കെട്ടാം. തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. ഇതിവിടെ നിൽക്കട്ടെ. ഇതിപ്പം തൽക്കാലം ഇതിങ്ങനെ കൊടുത്തിട്ട് നമുക്കിത് കൊള്ളി കുത്തി കൊടുക്കാമല്ലോ. ഇതിന് നടുക്ക് കൊള്ളി വെച്ചിട്ട് കുത്തി കൊടുക്കട്ടെ. ഇതേപോലെ കൊള്ളി വെച്ച് കുത്തിയിട്ട് കൊടുക്കട്ടെ. ഇതിനാണ് കൊള്ളി കുത്തിയിട്ടാണ് ഇതിലാന്ന് കയറ്റി കൊടുക്കണ്ടേ. അതേപോലെ കുത്തി കൊടുക്കുക. അതേപോലെ ഇടിയുണ്ട്, ഒന്നും കൂടി ഉണ്ട്. ഇത് രണ്ടിനും ഇവിടെ കൂട്ടി കൊടുക്കുക. ഇവിടെ ആകുമ്പോൾ ഇനിയിപ്പം നല്ല വെയിലുണ്ടാവും, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. നല്ല കണ്ടീഷനായിട്ട് ഇനി വരും. ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക. 2 പേരുടെ ഉള്ളു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഇത് കെട്ടി കൊടുക്കണം. അതിനിപ്പം കെട്ടിക്കൊടുക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ ഞാനൊരു കയറെടുത്തിട്ട് വരട്ടെ. അതിന് കെട്ടിക്കൊടുക്കാൻ കയറ് വേണ്ടേ, ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇപ്പം കണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ഇതിനെ പിടിച്ച് കെട്ടി കൊടുക്കട്ടെ. ഇതിൻ്റെ തലയെല്ലാം പിടിച്ച് മേലോട്ടാക്കിയിട്ട് കെട്ടട്ടെ. ഇതങ്ങ് പടന്നു പോയി. ഞാൻ കൊത്തി മുറിച്ചതാണ്. മുറിച്ചിട്ട് നോക്കുമ്പോഴേക്ക് പടന്നു പോയി. അതുകൊണ്ട് ഇനിയിപ്പം ഇതിന് കൊള്ളി കുത്തി കൊടുക്കണം. കൊള്ളി കുത്തി കയറ്റിയെങ്കിൽ ഇവരിനി നന്നാവില്ല. അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ്, അവർ 4 പേരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിഷമാണ്. ഇതിപ്പോൾ കുത്തി കെട്ടി കൊടുത്ത് ആക്കിയിട്ട് കൊടുത്താൽ അവരവരെ പണിയെടുത്തോളൂ. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഞാനിപ്പോൾ ഒരുപാട് തല പടന്ന് കയറിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് കൊടുക്കുക. തേച്ചും കൂടി ചുറ്റിയിട്ട് ഇതിലെ കെട്ടി കൊടുക്കട്ടെ. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നാൽ എന്തുണ്ട് വെച്ചാൽ വേഗം അവർ ഓടിക്കോളും. അല്ല, ഞാൻ ഓരോന്നായിട്ട് കെട്ടിയോ മതിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. ഇത് പന്തലിലും പറ്റിയാൽ പിന്നെ അവർ ഉഷാറായിട്ട് പോയിക്കോളും. പന്തൽമേൽ എത്താനാ പണി. അത് 4 പുറം പോയാൽ പിന്നെ പന്തൽമേൽ കയറാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അതാണ് ഇത് കുറച്ച് കൂടുതൽ പടന്നു പോയി. അതാണ് വിഷമായത്. ഇതിന് മുമ്പിലേ ഇനിയിപ്പോൾ മഴയായതുകൊണ്ടാണ് 2-3 ദിവസം. ഇന്നും മഴയുണ്ട്. മഴ വരുമ്പോഴേക്ക് ഇത് കെട്ടിക്കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ കീഞ്ഞിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ കെട്ടി കൊടുത്തിട്ട് കുറച്ച് വളം ഇട്ട് കൊടുത്ത് അവർക്ക് കുറച്ച് പിണ്ണാക്കും എല്ലുപൊടി എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് ഉഷാറായിട്ട് പോയിക്കോളും. എന്നിട്ട് നമുക്ക് പിന്നെ ചാണകമെല്ലാം കലക്കി കൊടുക്കാം. ഇപ്പം തൽക്കാലം അത് മതി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനി കെട്ടട്ടെ. അതിനായി നോക്കാം. ഇനിയിപ്പോൾ ഇതിനും കൂടി കെട്ടട്ടെ. ഉണ്ടല്ലോ, ഉണ്ടല്ലേ, ഇതേപോലെ തന്നെ തേച്ചും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കടത്തണം. ഇങ്ങനെ പടത്തണം. എന്നാലേ ഒന്നിച്ച് കയറൂലോ. 4 പേരെ പോയി കഴിഞ്ഞാൽ പിന്നെ കയറൂല. അങ്ങനെയുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഇതേപോലെയാണ് കെട്ടി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മളിത് ആകുന്നതിനിടത്തേ കെട്ടി കൊടുക്കണമായിരുന്നു.
പക്ഷെ ഇത് പടന്നു പോയി. ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്ന് കൊണ്ടുവച്ചാൽ ഇനി ആ തോലും കാടും വെച്ചിട്ട് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കണം. ആ മണ്ണ് കയറ്റി കൊടുത്താലേ അവർക്ക് വളം വലിക്കാനും എല്ലാം അവർക്ക് ഒരു ഉഷാറായിട്ട് വരാൻ പറ്റുള്ളൂ. അതിനാണ് ഞാനിപ്പോൾ ഇത് പണിയെടുക്കുന്നത്. കണ്ടാ, ഇനി ഞാൻ വളം പിന്നെ ഞാനിതിന് വളം ഇട്ട് കൊടുക്കട്ടെ. വളം ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ എല്ലുപൊടി പിന്നെ വേപ്പും പിണ്ണാക്കും ചാരമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാരവും കൂടിയിട്ട് ചാരം എന്താ ഇതേപോലെ ചാരം അതതിൻ്റെ മേലെയും കൂടി പാറ്റി കൊടുത്താലേ ഉഷാറായിക്കോളും. കണ്ടാ, ഇതേപോലെ എല്ലുപൊടിയും ചാരവും കൂടി ഇട്ട് കൊടുക്കട്ടെ. വേണ്ട, ഇത് നമ്മൾ അടുപ്പിൽ കത്തിച്ച ചാരാന്നേ. മറ്റുള്ള നമുക്ക് ഈ ഇല കത്തിച്ചത് പോരാ, അടുപ്പ് കത്തിച്ച് തന്നെ ഇടണം. എന്നാലേ ഇത് വേണ്ട, ഇതെല്ലാം നനഞ്ഞു പോയി കേട്ടാ. എന്താ ഇതിപ്പം എല്ലാം കൂടി ആക്കി വെക്കാൻ പാടാം. നനഞ്ഞു പോയിനി അപ്പുറം വെച്ചിട്ട്, അതുകൊണ്ട് ഒന്ന് പോക്കായിപ്പോയി. ഇത് പുഴു വന്നു പോയി. എന്താ ഇതാണ് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാരം. ഈ 3 എണ്ണമാണ് ഇപ്പം കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് മണ്ണ് കയറ്റി കൊടുക്കണം. ഇനിയിപ്പം മണ്ണ് കയറ്റി കൊടുക്കണം. ഉണ്ടല്ലോ, ഇപ്പം മിറ്റത്തായതുകൊണ്ട് മണ്ണ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മണ്ണ് കടത്തിക്കൊണ്ട് വിട്ടേ. വീടിനടുത്ത് കൊത്തിക്കൊണ്ടുവരണം, മറ്റേ ഇവിടെ മണ്ണില്ല. ഉണ്ടല്ലോ, ഇതാ ഞാൻ അതിന് മണ്ണിന് കൊണ്ടിട്ടു. ഇത് വേണ്ട, ഇതിന് മണ്ണിട്ട് കുറച്ച് തോലും ഇട്ട് വളമിട്ട് വേണ്ട. ഇതിന് മണ്ണിട്ടതിന് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചും കൂടി കോരി കൊണ്ടിടുക വേണ്ടത്. കുറച്ചും കൂടി കോരി കൊണ്ടിടുക, നല്ല ഉഷാറാട്ടെ, നല്ല അടിപൊളിയായിട്ട് വളരും.